ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്ലൈൻഡ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി ബോക്സ് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. പ്രത്യേകിച്ച് വല്ല യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൂട്ടാനൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് അത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള എന്ത് തീം വെച്ചിട്ട് നമുക്ക് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാം കേട്ടോ. സാൻഡ്രിയോ, കിറ്റി, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മേക്കപ്പ്, അങ്ങനെ എന്തും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതെന്ത് വേണമെങ്കിലും തീമായിട്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇന്നൊരു കാപ്പിബാര ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കണേ. ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് സെൻറ്റർ മടക്കുക. ബോർഡറൊക്കെ വരച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടെ കാപ്പിബാരയുടെ ഒരു പിക്ചർ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്ലൈൻഡ് ബാഗ് കാപ്പിബാര എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഫ്രണ്ട് പേജ് നമ്മൾ സെറ്റാക്കി വെക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ ബോർഡറൊക്കെ വരച്ച് 4 റൗണ്ട് വരച്ച് കൊടുക്കുക. ഇത് കാറ്റഗറി ആക്കി തിരിക്കാനാണ് കേട്ടോ. കോമൺ, റയർ, എപ്പിക്, ലെജൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതാണ് കിട്ടുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഒരു ഉള്ളിൽ ഇതിലേതാവും എനിക്ക് കിട്ടുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഒരു സൈഡ് നമ്മൾ മടക്കിയിട്ടാണല്ലോ, അപ്പോൾ ആ ഭാഗം ഒട്ടിച്ച് കൊടുക്കേണ്ട. ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇടണം. അതിലൂടെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇടാനുള്ളതാണ്. ഇനി നമുക്ക് ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ യു ഗോട്ട് എന്നൊക്കെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ ഒരു റൗണ്ട് കൊടുക്കുക. അത് നമുക്ക് ഏത് കാറ്റഗറിയാണ് അതിൽ കിട്ടണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു സ്ലിപ്പ്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ പാക്കറ്റ് പോലെ തന്നെ ഇനി ഒരു വലുതും അതിൻ്റെ ഒരു ഇത്തിരിയും കൂടി ചെറുതായിട്ട് 2 പാക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് അങ്ങനെ ഒരു ഇത് വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക്. അതും ഇതുപോലെ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു. ഇനി നമുക്ക് കാപ്പിബാരയുടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറിലേക്ക് ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക. അത് സ്കെച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ അബ്രോഡ് ചാനൽസൊക്കെ നോക്കുമ്പോൾ അതിലിങ്ങനെ ഒരുപാട് ബ്ലൈൻഡ് ബാഗ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണും. അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ടാവും എനിക്കും ചെയ്യണം. അത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന സാധനമാണ്. നല്ല രസമാണ് നമുക്ക് ഉണ്ടാക്കാനും. അതുപോലെ തന്നെ അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നല്ലൊരു സന്തോഷം കിട്ടും. ഇനി ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിലും എടുക്കുക. ഞാൻ ഇവിടെ വാൾപേപ്പർ വാങ്ങിയപ്പോൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവുമല്ലോ, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതെല്ലാം വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച കുഞ്ഞി പാക്കറ്റിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം കൂടി ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ കാപ്പിബാരയുടെ ഒരു സ്കിഷി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിക്ചർ ട്രേസ് ചെയ്തെടുത്തു. ഇങ്ങനെ ഫോണിൻ്റെ മുകളിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് സ്കെച്ച് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കോപ്പിന്ന്. സംഭവം ഞാൻ വിചാരിച്ചു എന്തപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകയെന്ന്. സത്യത്തിൽ കോപ്പി എന്ന് പറയാൻ തന്നെയാണ്, കാരണം ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കണ്ടിട്ട് അതുപോലെ ചെയ്തു. ബട്ട് എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാതൊന്നും കോപ്പി എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഇതുപോലെ ഓരോന്നൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ ചെയ്യണേ. അതുകൊണ്ടാണല്ലോ ഞാൻ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളത് കാണുകയാണ്, നമുക്ക് കുറേ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരാളൊരു മേക്കപ്പ് വീഡിയോ ഇട്ടു, അപ്പോൾ അത് കണ്ടിട്ട് വേറൊരാൾ ഇൻസ്പയർ ആയിട്ട് സെയിം ലുക്ക് റീക്രിയേറ്റ് ചെയ്തു. അവർക്കും അത് ഇഷ്ടമാണ് ചെയ്യാൻ. അത്രയേ ഉള്ളൂ. അത്ര സില്ലി ആയിട്ടൊക്കെ എടുത്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കാപ്പിബാരയുടെ ഇത് പിക്ചർ വരച്ച് കഴിഞ്ഞു ഞാൻ. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലേക്കും കൂടി കുറച്ച് മടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിൽ പേജ് ഉണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. നമുക്ക് സ്ക്വീസ് ചെയ്യുമ്പോൾ അത് കീറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ആയിട്ടുള്ള സെല്ലോ ടേപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉള്ളിൽ കോട്ടൺ ഫില്ല് ചെയ്യുക. ഇനി ആ ഓപ്പൺ ആയിരിക്കണ ഭാഗം കൂടി നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സ്ക്വിഷ് റെഡിയായി. ഇനി നമുക്ക് സ്ക്വിഷ് ഇടാനായിട്ടൊരു പാക്കറ്റ് ഉണ്ടാക്കണം. സെയിം മെത്തേഡ് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഇത്തിരി വലിയ പാക്കറ്റ്, ആ പാക്കറ്റാണിത് കേട്ടോ. അത് ഇതുപോലെ ബോർഡറൊക്കെ വരച്ച് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ട് ബാക്കി 2 സൈഡും സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. സ്ക്വിഷ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ക്ലോസ് ചെയ്യാം. നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 2 കുഞ്ഞ് പാക്കറ്റുകളും നമ്മൾ ശരിക്കുമുള്ള ബ്ലൈൻഡ് ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആ സ്ലിപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ക്ലോസ് ചെയ്യുക.
നമ്മൾ ഗ്ലൂവോ സ്റ്റേപ്ലറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫുൾ സെല്ലോ ടൈപ്പ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ബാക്കി വന്ന് സെല്ലോ ടൈപ്പൊക്കെ കട്ട് ചെയ്ത് കളയുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.